കോഴിക്കോട് CH മേൽപ്പാല നവീകരണത്തിനായി കടമുറികൾ ഒഴിഞ്ഞുകൊടുത്തതോടെ വഴിയാധാരമായി വ്യാപാരികൾ. മേൽപ്പാലം പൂർത്തിയായി 1 വർഷമായിട്ടും കടകൾ പുനർനിർമ്മിച്ചു നൽകിയില്ല. ഇതേ തുടർന്ന് കുടിൽ കെട്ടി പ്രതിഷേധിക്കാനൊരുങ്ങുകയാണ് വ്യാപാരികൾ. 9 മാസത്തിനുള്ളിൽ CH മേൽപ്പാലത്തിന്റെ പണി തീർത്ത് പുനരധിവസിപ്പിക്കാമെന്ന ഉറപ്പിലാണ് 63 വ്യാപാരികൾ കടമുറികൾ ഒഴിഞ്ഞുകൊടുക്കുന്നത്. എന്നാൽ മേൽപ്പാലത്തിന്റെ നവീകരണം പൂർത്തിയായി 1 വർഷത്തോളമായിട്ടും ആ ഉറപ്പ് പാലിക്കാൻ അധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ല. ആകെയുള്ള വരുമാന മാർഗമായ കട കൂടി പോയതോടെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നറിയാതെ ഓരോ ദിവസവും തള്ളി നീക്കുകയാണ് വ്യാപാരികൾ. ഈ 62 വ്യാപാരികളും ഇവിടെ ഷോപ്പുകളോ ഒഴിഞ്ഞു പോകുന്നത് 6 മാസം കൊണ്ട് കിട്ടുമെന്ന് വിചാരിച്ച് എല്ലാവരും ഒഴിഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിലും അവരെ സാധനങ്ങളൊക്കെ അവർ വീട്ടിൽ കൊണ്ടിച്ച് ഇപ്പം കിട്ടുന്നവർ കാത്തിരിക്കുകയാണ്. അവർക്ക് നിർബന്ധമായിട്ട് പെട്ടെന്ന് കോർപ്പറേഷൻ ഞങ്ങൾക്ക് സംവിധാനം ഉണ്ടാക്കി തരുന്നത് വേണം. കാരണം റൂമുകളൊന്നും ഇവിടെ കിട്ടാനില്ല. കിട്ടിയ റൂമുകളൊക്കെ തന്നെ അവരൊക്കെ നഷ്ടത്തിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ള എല്ലാവരും കുറേ ആളുകൾ കച്ചവടം വീട്ടിലേക്ക് സാധനം കൊണ്ടുവച്ച് 6 മാസം ഇവിടെ കിട്ടും എന്നുള്ള നിലയ്ക്ക് അവർ കാത്തിരിക്കുകയാണ്. 63 കുടുംബങ്ങളുടെ ആശ്രയമായിരുന്ന ഈ സ്ഥലം ഇപ്പോൾ വെറും ഒരു പാർക്കിംഗ് ഏരിയ മാത്രമാണ്. ഇവിടെ പുനരധിവസിപ്പിക്കുന്നതിൽ കാലതാമസം നേരിട്ടതോടെ കോഴിക്കോട് കോർപ്പറേഷൻ മേയർക്ക് നിവേദനം നൽകിയിട്ടും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. ഇക്കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ പുനരധിവസിപ്പിക്കാൻ കോടികൾ ആവശ്യമുണ്ടെന്നും കോർപ്പറേഷന്റെ കയ്യിൽ അതിനുള്ള ഫണ്ടില്ലെന്നുമാണ് ലഭിക്കുന്ന മറുപടിയെന്നും CH ഫ്ലൈ ഓവർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികൾ പറയുന്നു. പിന്നെ കോർപ്പറേഷൻ അന്വേഷിച്ച് വരുമ്പോൾ അവരിത് പഠിക്കണം, ഇത് പണിയാൻ ഫണ്ടില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ കാലതാമസം വരുത്തിയാണ്. ഇപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ പലപ്പോഴും മേയറേയും ഡെപ്യൂട്ടി മേയറേയും പല വിധത്തിൽ ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഒരു അനുകൂല നടപടി അവിടെ നിന്ന് ഉണ്ടായിട്ടില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ പ്രസിഡന്റ് നമ്മുടെ വ്യാപാരി വ്യവസായ ജില്ലാ സമിതി കൂടുകയും ഞങ്ങളുടെ പൊതുയോഗം വിളിക്കുകയും ഞങ്ങൾ പ്രത്യക്ഷ സമരത്തിലേക്ക് പോകാനായിട്ട് ഇതിൻ്റെ അടിയിലൊക്കെ കുടിൽ കെട്ടിയിട്ട് സമരം ചെയ്യാനും ഹൈക്കോടതിയിൽ കണ്ടംപ്റ്റ് കോർട്ട് പ്രൊസീഡ് ചെയ്യാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇനി കേരളത്തിലെ 10 ലക്ഷം വ്യാപാരികളുടെ പ്രാതിനിധ്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരത്തിന് മുന്നോട്ടിറങ്ങുന്നത്. വ്യാപാരികൾ പലതവണ കോർപ്പറേഷൻ മേയറെ കണ്ട് തങ്ങളുടെ ആവശ്യം അറിയിച്ചിട്ടും ഇതുവരെയും നടപടി ഉണ്ടായിട്ടില്ല. ഇതേ തുടർന്ന് സമരവുമായി മുന്നോട്ട് പോകാനാണ് വ്യാപാരികളുടെ തീരുമാനം. കോഴിക്കോട് നിന്ന് ലക്ഷ്മിപ്രിയ, അമൃത ന്യൂസ്. കടകൾ അനുവദിച്ച് നൽകുന്നതുവരെ വ്യാപാരികൾക്കൊപ്പം ചേർന്ന് പോരാടുമെന്ന് CH ഫ്ലൈ ഓവർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് ഭാരവാഹികളും പറയുന്നു. അവരുടെ പ്രതികരണങ്ങൾ കൂടി കാണാം. ഈ CH ഓവർബ്രിഡ്ജിൻ്റെ വിഷയത്തിൽ പറയാനുള്ളത്, ഞങ്ങൾ 64ഓളം കച്ചവടക്കാർ ശരിക്കും പട്ടിണിയിലാണ്. അതവർ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ഏത് ജനപ്രതിനിധി ആയാലും ആർക്കായാലും അവർക്ക് അവരുടെ ശമ്പളവും കാര്യങ്ങളൊക്കെ കറക്റ്റ് കിട്ടുന്നുണ്ട്. അതിന് യാതൊരു മുടക്കില്ല. ഞങ്ങളത് പറയുമ്പോൾ അവർ പറയുന്നത് അവരേത്ത് ഫണ്ടില്ല എന്നാണ്. ആ ഫണ്ടില്ലെങ്കിൽ ഞങ്ങൾക്കൊരു സൊല്യൂഷൻ എന്നാൽ ഞങ്ങൾക്ക് തിരിച്ച് സൊല്യൂഷനുണ്ട്. ആ ഫണ്ട് ഞങ്ങൾ ഇറക്കാനും അതിൻ്റെ വാടകയിൽ കുറക്കാനും എല്ലാതും ഞങ്ങൾ തയ്യാറാണ്. ഇത് ഈ പാലത്തിനുണ്ടായ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളിത് സ്വയം ഒഴിഞ്ഞു കൊടുത്തിട്ടുള്ളത്. അതായത് അത്തരമൊരു ഇത് ജനനന്മ ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ്. എന്നിട്ട് പോലും ഞങ്ങളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന ഇവിടുത്തെ ഭരണകൂടം ഇത് കാണാതെ പോവുകയാണ്. 63 കച്ചവടക്കാരുടെ ജീവിതമാർഗം മുട്ടിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഗതികെട്ട് പോവുകയാണ്. ഒരു സമരം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പൂതി കൊണ്ടല്ല, ഇവിടുത്തെ വ്യാപാരികളുടെ സമ്മർദ്ദം ഞങ്ങളിലേക്ക് കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് ഏകോപന സമിതി ഈ സമരം ഏറ്റെടുത്തുകൊണ്ട് ചിലപ്പം പ്രത്യക്ഷമായ പല സമര പരിപാടികൾക്കും രൂപം നൽകേണ്ടി വരും. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്നും ലക്ഷ്മിപ്രിയ കൂടി ചേരുന്നുണ്ട്. ലക്ഷ്മി, കടകൾ നഷ്ടപ്പെട്ട വ്യാപാരികളുടെ ആവശ്യങ്ങൾക്ക് മുന്നിൽ കോർപ്പറേഷൻ കണ്ണടയ്ക്കുന്ന ഒരു കാഴ്ചയാണോ നമ്മൾ കാണുന്നത്? ഈ വിഷയത്തിൽ കോർപ്പറേഷന്റെ നിലപാട് എന്താണ്? ഇതുമായി ബന്ധപ്പെട്ട് ഇനിയുള്ള നടപടികൾ എങ്ങനെയായിരിക്കും? അശ്വതി, വെറും 9 മാസത്തെ കാലയളവ് പറഞ്ഞുകൊണ്ടാണ് ഈ 63 വ്യാപാരികളും ഈ ഒരു മേൽപ്പാലത്തിന്റെ പുനർനിർമ്മാണത്തിന് വേണ്ടി ഇവിടെയുള്ള കടകൾ ഒഴിഞ്ഞു കൊടുക്കുന്നത്. എല്ലാവരും ഒരുമിച്ചായിരുന്നു ഈ ഒരു നവീകരണത്തിന് വേണ്ടി കടകൾ ഒഴിഞ്ഞു കൊടുത്തത്. എന്നാൽ ഇവർ പറഞ്ഞ 9 മാസത്തെ കാലയളവ് കഴിഞ്ഞ് 1 വർഷം പിന്നിട്ടു. എന്നിട്ടും ഇതുവരെ ഇവിടെയുള്ള കച്ചവടക്കാരെ പുനരധിവസിപ്പിക്കാനുള്ള യാതൊരു നടപടികളും കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇവർ പരാതി നൽകിയിട്ടും ഫണ്ടില്ല എന്നുള്ള കാരണം പറഞ്ഞുകൊണ്ട് ഇവരെ ഒഴിവാക്കുന്ന ഒരു സമീപനമാണ് കോർപ്പറേഷൻ സ്വീകരിച്ചിരിക്കുന്നത്. ഇതിന് ശേഷവും നിരവധി പരാതികൾ നൽകിയിരുന്നു. മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ മന്ത്രി മുഹമ്മദ് റിയാസിനടക്കം ഇവർ പരാതികൾ നൽകിയിരുന്നു. എന്നാൽ ഇതുവരെ യാതൊരു നടപടികളും ഇതേ തുടർന്ന് ഉണ്ടായിട്ടില്ല.
അതേസമയം ഇവർ കുടിൽ കെട്ടിയുള്ള പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ്. ഒരു കമ്മിറ്റി അടക്കം ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും ചേർന്നുകൊണ്ടാണ് ഇപ്പോൾ കുടിൽ കെട്ടിയുള്ള പ്രതിഷേധത്തിന് ഒരുങ്ങുന്നത്. ഇപ്പോൾ ഈ 63 കുടുംബങ്ങളുടെ ഏകൊരു ആശയമായിരുന്നു ഇത്രയും കടകൾ. അപ്പോൾ ഈ ഒരു കടകൾ ഇപ്പോൾ പൊളിച്ചു മാറ്റിയ സ്ഥലത്ത് വെറും ഒരു പാർക്കിംഗ് ഏരിയ മാത്രമായി, അതായത് ഉപയോഗശൂന്യമായി കിടക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇപ്പോൾ ഈ 63 കുടുംബങ്ങളിൽ കച്ചവടക്കാരിൽ ചിലർ മാത്രം മറ്റിടങ്ങളിലായി കച്ചവടം നടത്തി ജീവിക്കുന്നുണ്ട്. എന്നാൽ പകുതി മുക്കാൽ ആളുകളും ഇപ്പോൾ കടകളില്ലാതെ കച്ചവടം നടത്താൻ കഴിയാതെ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെയാണ് കടന്നു പോകുന്നത്. ഏതായാലും ഈ ഒരു സാഹചര്യം മുൻനിർത്തിക്കൊണ്ടാണ് ഇവർ വലിയ രീതിയിൽ ഇവിടെ പുനരധിവസിപ്പിക്കണം എന്നുള്ള ആവശ്യം കൂടുതലായിട്ട് മുന്നോട്ട് വെക്കുന്നത്. ഏതായാലും കുടിൽ കെട്ടിയുള്ള പ്രതിഷേധം, അതായത് ഈ 63 കുടുംബങ്ങളെ എല്ലാ ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമരമാണ് ഇവർ തുടങ്ങാനിരിക്കുന്നത്. ഏതായാലും ഒരാഴ്ചത്തെ സമയമാണ് കോഴിക്കോട് കോർപ്പറേഷൻ മേയർക്ക് കൊടുത്തിരിക്കുന്നത്. ഈ സമയത്തിനുള്ളിൽ ഒരു മറുപടിയും കോർപ്പറേഷൻ മേയറുടെ ഭാഗത്തു നിന്ന് ലഭിച്ചില്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് വ്യാപാരികളുടെ തീരുമാനം. ശരി ലക്ഷ്മി, ഉപജീവന മാർഗം എങ്ങനെയും മുന്നോട്ട് കൊണ്ടുപോകണം, അതിനുവേണ്ടിയുള്ള നടപടികൾ കോർപ്പറേഷൻ എടുക്കട്ടെ എന്നാണ് ടോപ് 10 ആഗ്രഹിക്കുന്നത്.